നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം സംഭവം പേടിയാണ്. അത് ഫോളോ അപ്പിന് വരാൻ പേടിയാണ്, ഫോളോ അപ്പിന് വരാൻ മടിയാണ്. വീണ്ടും അസുഖങ്ങാനും കണ്ടുപിടിക്കപ്പെടുമോ എന്നുള്ളതൊക്കെ പേടിയാണ്. അപ്പം ഇതിൽ എത്രത്തോളം പ്രധാനമാണ് ഈ ഫോളോ അപ്പ് എന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും ഒരു വലിയൊരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇതിൽ നിന്ന് പിന്നീട് നമ്മളൊരു ഫോളോ അപ്പിൻ്റെ വരുമ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക അസുഖം വീണ്ടും വന്നതായിട്ടോ, അല്ലെങ്കിൽ പലപ്പോഴും അസുഖത്തിൻ്റെ വലിയൊരു വീണ്ടും അതൊരു വലിയ രീതിയിൽ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് കാണാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഫോളോ അപ്പ് വളരെ നിർബന്ധമായിട്ട് 3 മാസം കൂടുമ്പോൾ നടത്തുക എന്നുള്ളത് ഏത് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ അസുഖം മാറിയവരാവട്ടെ, ഇപ്പോഴും ചികിത്സ തുടരുന്നവരാവട്ടെ, എന്നിരുന്നാലും അതിൻ്റെ ഫോളോ അപ്പ് മുടക്കാൻ ഒരു കാരണവശാലും നിൽക്കരുത്. കാരണം നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പലപ്പോഴും ഈ ഫോളോ അപ്പിന് വരുന്നവരുടെ മനസ്സിലുള്ളൊരു ചോദ്യമാണ്, വെറുതെ രോഗീനെ പരിശോധിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഡോക്ടർ ഇത് പറയുന്നില്ല, ടെസ്റ്റുകൾക്കൊന്നും പറയുന്നില്ല എന്നുള്ളത്. ഫോളോ അപ്പുകൾക്ക് പലപ്പോഴും ഒരു അന്താരാഷ്ട്ര ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ മാനദണ്ഡം ഉപയോഗിച്ചിട്ടുള്ള ടെസ്റ്റുകൾ മാത്രമേ നമ്മൾ സമ്മതിക്കാറുള്ളൂ, ചെയ്യാറുള്ളൂ. വെറുതെ രോഗമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുക, അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ഇല്ല. അപ്പോൾ ഓർക്കുക, നിങ്ങളെപ്പോഴും ഫോളോ അപ്പ് മുടക്കരുത്. കൃത്യമായ ഇടവേളകളിൽ 3 മാസമാണെങ്കിൽ 3 മാസം, ചിലവർക്ക് 1 മാസം, അത് അവരുടെ രോഗത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ അത് പ്രകാരം അസുഖം മാറിയാലും ജീവിതകാലം നമ്മൾ ഫോളോ അപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരു പക്ഷേ 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 6 മാസത്തിലൊരിക്കൽ കണ്ടാൽ മതിയാവും. 10 വർഷം കഴിയുമ്പോൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഡോക്ടറെ കാണുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു കാരണവശാലും ഫോളോ അപ്പ് മുടക്കരുത്.